എറണാകുളം റൂറൽ SP ഓഫീസിലെ ഫോൺ വിളി വിവാദത്തിൽ പരാതിക്കാരനായ പോലീസുകാരനെതിരെ നടപടിയെടുക്കും. ഫോൺ വിളിച്ച പോലീസുകാരനിൽ അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് വിലയിരുത്തൽ. SP ഓഫീസിലെ ഫോണിൽ വിളിച്ച് പ്രകോപനമുണ്ടാക്കി ഓഡിയോ സന്ദേശം പുറത്തുവിടുകയായിരുന്നു പരാതിക്കാരന്റെ ലക്ഷ്യം. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാവുക. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, പോലീസിനെതിരെ എന്ത് നടപടിക്കാണ് സാധ്യത? ശിവൻ, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഓഡിയോ പുറത്തുവന്നതിന് പിന്നാലെ തന്നെ SP ഈ സംഭവത്തിൽ കേസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരുന്നു, അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷണം പെട്ടെന്ന് തന്നെ നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ SP ഓഫീസിൽ നിന്നും അസഭ്യം പറഞ്ഞിട്ടില്ല എന്നൊരു നിലപാടാണ് SP ഓഫീസിലെ അധികൃതർക്കുള്ളത്. ഏതായാലും ഈ SP ഓഫീസിലെ ഫോണിൽ വിളിച്ച് പ്രകോപനമുണ്ടാക്കി ഓഡിയോ സന്ദേശം പുറത്തുവിടുക എന്നതായിരുന്നു ഈ പോലീസുകാരന്റെ ലക്ഷ്യമെന്നും ഫോൺ വിളിച്ച പോലീസുകാരനിൽ നിന്നും അച്ചടക്ക ലംഘനം ഉണ്ടായി എന്നുമാണ് വിലയിരുത്തൽ. പോലീസുകാരൻ നേരിട്ട് SP ഓഫീസിലേക്ക് അല്ലായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. ട്രാഫിക് SHO അല്ലെങ്കിൽ പെരുമ്പാവൂർ ASP ആയിരുന്നു അദ്ദേഹം പരാതി പറയേണ്ടത്. അദ്ദേഹം കൃത്യമായി പ്രശ്നമുണ്ടാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓഡിയോ സന്ദേശം പ്രചരിപ്പിക്കുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഓഡിയോ സന്ദേശം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷണ റിപ്പോർട്ട് ദ്രുതഗതിയിൽ തന്നെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന.